ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷ് ആണെങ്കിൽ ഹരീഷിനെയും കൊണ്ട് പോവാണ്. ആ സമയത്ത് സുഭാഷ് ചോദിക്കുന്നുണ്ട് കേട്ടോ, എങ്ങോട്ടാടാ, അതെങ്കിലും പറഞ്ഞിട്ട് പോയെന്ന്. അതൊക്കെ സർപ്രൈസ് ആയിട്ടാ, വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഹരീഷിൻ്റെ കടയുടെ മുന്നിലെത്തിയപ്പോൾ തുറക്ക് എന്ന് പറയാൻ കേട്ടോ സുധീഷ്. അതിന് നിങ്ങളോടാരാ പറഞ്ഞേ ഈ കടയുടെ ഉള്ളിൽ വണ്ടി ഉണ്ടെന്ന്? അപ്പോൾ ഇല്ലേ എന്ന് ചോദിക്കാട്ടോ സുധീഷ്. ഇല്ല, ഓണർ ഇപ്പോൾ കൊണ്ടുവരുന്നേ ഉള്ളൂ എന്ന് പറയണേ. അപ്പോൾ ഹരീഷ് കട തുറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അന്നേരം സുധീഷ് ചോദിക്കും, പിന്നെ എന്തിനാടാ നീ കട തുറക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന്. ഒരാളോടെ വില പേശുമ്പോൾ നടു റോട്ടിൽ നിർത്തിയിട്ടാണോ സംസാരിക്കുന്നത്? അങ്ങനെ എന്ന് പറയും. അങ്ങനെ ഹരീഷ് പോയിട്ട് കട തുറക്കുകയാണേ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഒരു മുകുന്ദൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വണ്ടിയും കൊണ്ട് എത്താണ്. എന്തിനാടാ ഹരീഷെ വേഗം വരാൻ വേണ്ടിയിട്ട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അതെ വണ്ടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ, എൻ്റെ വണ്ടിയല്ല, എൻ്റെ മോളുടെ വണ്ടിയാണ്. അവള് കല്യാണം കഴിഞ്ഞ് അങ്ങ് പോയി, പിന്നെ വെറുതെ കിടക്കുക, ജോലിക്ക് പോകും, അത് കഴിഞ്ഞ് ഇങ്ങ് വരും, അത്രേ ഉള്ളൂ. അധികം കിലോമീറ്ററൊന്നും ഓടിച്ചിട്ടില്ല. ആർക്കാ, നിങ്ങൾക്കാണോ വണ്ടിയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സുധീഷ് പറയും, അയ്യോ എനിക്കല്ല, എൻ്റെ വൈഫിനാണ്. അന്നേരം അയാൾക്കൊരു ഫോൺ വന്നിട്ട് അയാൾ ഫോണിലായിരിക്കും കേട്ടോ. അപ്പോഴേക്കും വണ്ടി ചെക്ക് ചെയ്യാണ് കേട്ടോ സുധീഷ് ഹരീഷും കൂടി. സുധീഷ് ആണെങ്കിൽ, എടാ ഇത് ഒരയിലൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മിറർ ഇങ്ങനെ തട്ടി നോക്കിയിട്ട് പറയും, ഇതെന്താ മുയലിൻ്റെ ചെവിയോ? നല്ല കണ്ടീഷനാന്ന് പറഞ്ഞിട്ട്, നല്ല കണ്ടീഷനാന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഓടുന്ന ഞാൻ ഉദ്ദേശിച്ചേ. ഇതിനേക്കാളും നല്ല വണ്ടി വേണമെങ്കിൽ ഷോറൂമിൽ പോയി എടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ, അയ്യോടാ നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ എന്ന് ചോദിക്കട്ടോ സുധീഷ്. നിധിയുടെ ഒരു ഇത് വെച്ചിട്ട് അവൾക്ക് ഈ വണ്ടി പറ്റുമോന്നാന്ന് പറയുമ്പം, സുധീഷ് ഏട്ടനെ വേറെ വണ്ടി നോക്കിക്കോ, അയാളോട് പറഞ്ഞേക്ക് ഇത് പറ്റില്ല എന്ന്, ഞാൻ അയാൾക്ക് വേറെ ആരെങ്കിലും കാണിച്ചു കൊടുത്തോളാന്ന് പറയാണ്. എടാ നീ ഇങ്ങനെ ചൂടാവാതെ എന്ന് പറയട്ടോ സുധീഷ്. എടാ ഞാൻ ഇതൊന്ന് റൗണ്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ് വണ്ടി എടുത്ത് പോവുകയാണ്. അന്നേരം തിരിച്ചു വരുന്ന സമയത്ത് ആ മുകുന്ദൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ വന്ന് ചോദിക്കുക, എങ്ങനെയുണ്ട് വണ്ടി ഇഷ്ടമായോ എന്ന്. വണ്ടി ഇഷ്ടമായി. അന്നേരം നമ്മുടെ സുധീഷ് അയാളോട് പറയുന്നുണ്ട്, വരൂ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കുന്നത്. അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു 30,000 റുപ്യ അങ്ങോട്ട് തന്നാൽ ഈ വണ്ടി നിങ്ങൾക്ക് തരാമെന്ന് പറയുമ്പോൾ, അയ്യോ എന്ന് പറയണ്ട നമ്മുടെ സുധീഷ്. അയ്യോ ചേട്ടാ ഇത്തിരി കുറയ്ക്കുമെന്ന് പറയുമ്പം ഹരീഷിന് വേണ്ടിയിട്ട് 1,000 രൂപ കുറച്ചേക്കാം, 25,000 രൂപ തന്നേക്ക്, അതിൽ തീരെ കുറയില്ല എന്ന് പറയുമ്പം, ഞാനേ ഹരീഷുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുധീഷ് ഹരീഷിൻ്റെ കൈയും പിടിച്ച് നമ്മുടെ ആ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോവാണ്. അപ്പോൾ സുധീഷ് വന്നിട്ട് പറയുന്നുണ്ട്, എടാ 25,000 രൂപയ്ക്കൊന്നും ഇത് വറുത്തല്ലാന്ന്. അത് വറുത്താണ്, ഇതിനേക്കാൾ വലിയ വണ്ടിയൊന്നും കിട്ടത്തില്ല, അല്ലെങ്കിൽ ഞാൻ അയാളോട് പറഞ്ഞേക്കാം വേണ്ടാന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, എടാ ഇന്ന് തന്നെ വണ്ടി കിട്ടുമോടാ, പൈസ കൊടുത്ത് എന്ന് തന്നെ വണ്ടി കിട്ടും എന്നല്ല അയാൾ പറഞ്ഞതെന്ന് ചോദിക്കും. എടാ ഇത്രമാത്രം ക്യാഷ് എൻ്റെ അടുത്ത് ഒറ്റയടിക്ക് കൊടുക്കാനില്ല, അതിന് നീ എൻ്റെ കൂടെ നിൽക്കുമെന്ന് ചോദിക്കും കേട്ടോ ഹരീഷിൻ്റെ അടുത്ത്. എന്ത് ഉടായ്പാണെന്ന് പറയും, നീ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഉന്തി കൊണ്ടുപോകാൻ അയാളുടെ അടുത്തേക്ക്. എന്നിട്ട് അവിടെ പോയിട്ട് മുകുന്ദനോട് പറയുന്നുണ്ട്, ഒരു 10,000 രൂപ ഇപ്പം തരാം അഡ്വാൻസ് ആയിട്ട് എന്ന് പറയുമ്പോൾ അയാൾ അറിയും, അതൊന്നും പറ്റത്തില്ല എന്ന്. അയ്യോ സാറേ ഇത് പിടിക്കുകയെന്ന് പറഞ്ഞിട്ട് പൈസ അങ്ങ് കൊടുക്കാൻ കേട്ടോ. അയാൾ എണ്ണി നോക്കിയിട്ട് പറയും, ബാക്കി പൈസ കൂടി തന്നിട്ട് വണ്ടി തരാമെന്ന്. അയ്യോ സാറേ എനിക്കിപ്പോൾ വണ്ടി വേണമായിരുന്നു. പറയേ ഹരീഷിൻ്റെ ഉറപ്പുമേൽ തന്നാൽ മതി എന്ന് പറയുമ്പോൾ അയാൾ പറയും, ഹരീഷിൻ്റെ ഉറപ്പുമേല ഇപ്പം 5,000 രൂപ കുറച്ചതെന്ന്. സാറ് മകൾക്ക് വണ്ടി വാങ്ങി കൊടുക്കുന്ന അതേ ഫീലോട് തന്നെയാണ് ഞാനും എൻ്റെ ഭാര്യയ്ക്ക് വണ്ടി വാങ്ങി കൊടുക്കുന്നത്. അവളോടൊന്ന് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു പോയി സാറേ. സാറൊന്ന് ഓർത്ത് നോക്കി അവൾക്ക് വണ്ടി കിട്ടുന്ന ആ ഒരു നിമിഷത്തെ കുറിച്ച് എന്ന് പറയുമ്പോൾ അയാൾ പറയും, കയ്യിൽ ക്യാഷ് വെച്ചിട്ടും മതിയായിരുന്നില്ലേ ഇങ്ങനെ വാക്ക് കൊടുക്കാനെന്ന്. അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അവൾക്ക് വണ്ടി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പോയി. ഹരീഷിനെ വിശ്വസിച്ചാൽ മതി, എന്നെ വിശ്വസിക്കണ്ട. ഹരീഷ് ഇവിടെ തന്നെ എപ്പോഴും കാണാമല്ലോ എന്ന് പറയുമ്പോൾ ഹരീഷ് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവർ സമ്മതിപ്പിക്കാൻ കേട്ടോ അയാളെ കൊണ്ട്. അപ്പോൾ അയാൾ സമ്മതിച്ചു, എപ്പോഴാണ് ബാക്കി ക്യാഷ് തരുന്നതെന്ന്. അതൊരു 15 ദിവസത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ 15 ദിവസം എന്ന് ചോദിക്കും. അല്ല 15 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്നാ പറഞ്ഞത്, ചിലപ്പോൾ നാളെ തന്നെ തരും എന്ന് പറയുമ്പം അതിൻ്റെ ലെറ്ററൊക്കെ ഞാൻ ഹരീഷിനെ ഏൽപ്പിക്കാം, ബാക്കിയുള്ള പേപ്പേഴ്സൊക്കെ ക്യാഷ് കൈ കിട്ടിയിട്ട് തരാമെന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ സുധീഷ് സമ്മതിക്കുകയാണ് കേട്ടോ. എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ക്യാഷ് വേണമെന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോകുന്നു. അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹരീഷ് ചോദിക്കും, സുധീഷ് ഏട്ടാ കൊടുക്കില്ലേ എന്ന്. അതൊക്കെ നമുക്ക് കൊടുക്കാടാന്ന് പറയുമ്പോൾ എവിടുന്ന് ചോദിക്കട്ടെ നമ്മുടെ ഹരീഷ്. നീ വന്നേ നമുക്ക് വണ്ടി എടുത്ത് പോവാന്ന് പറയുമ്പോൾ, ഞാൻ കടയ്ക്ക് ഷട്ടർ ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹരീഷ് അങ്ങ് പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തുന്നു. ആ ഗേറ്റിൻ്റെ അവിടെയൊക്കെ എത്തുന്ന സമയത്ത് നമ്മുടെ സുധീഷർ, എടാ ഹരീഷ് വണ്ടി നിർത്തി ഓഫ് ചെയ്യുന്നു. എന്താ നിങ്ങൾക്ക് പറ്റിയെന്ന് ചോദിക്കാം കേട്ടോ ഹരീഷ്. അതെ ഇതും കൊണ്ട് പോയാലേ ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റത്തില്ല, നീ പതുക്കെ ഇത് ഓഫാക്കി തള്ളി കൊണ്ടുപോ എന്ന് പറയുമ്പോൾ ഹരീഷ് അങ്ങനെ മുറ്റത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. നിനക്കെന്താടാ വയ്യേ
എങ്കിൽ പിന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കൊണ്ടുപോകും. ഇത് മാറ്റി കാണാത്തോടത്തേക്ക് വെക്കൂ, അല്ലെങ്കിൽ അവൾ വരുമ്പോൾ കാണത്തില്ലേ. അപ്പോൾ കാണാത്തിടത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഹരീഷ് കൊണ്ടുപോകുമ്പോൾ, എടാ നീ ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നേ, നിങ്ങളല്ലേ പറഞ്ഞ് നോക്കുമ്പോൾ കാണാൻ പാടില്ലാന്നേ, നീ ഇതിവിടെ തന്നെ നിർത്തിക്കോ എന്ന് പറയാം കേട്ടോ സുധീഷ്. അങ്ങനെ സുഭാഷ് ഏട്ടനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹരീഷിനെ പറഞ്ഞു വിടുന്നു. എന്നിട്ട് നമ്മുടെ ആ വണ്ടിയിൽ നോക്കിയിട്ട് മുടിയൊക്കെ ഇങ്ങനെ അടിപൊളിയാക്കണം കേട്ടോ സുധീഷ്. അപ്പോഴായിരിക്കും ഭാസ്കരൻ്റെ വരവ്. എന്നിട്ട് വണ്ടി നിർത്തിയിട്ട് പറയും, ഇതായിരിക്കും ലൊട്ടുടൊടുക്ക് സാധനം, എനിക്കാണോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ നിങ്ങൾക്കേ ഞാനൊരു പെൻസാ ബുക്ക് ചെയ്തിരിക്കണേ. അപ്പോൾ നമ്മുടെ ഭാസ്കറിന് മനസ്സിലാവില്ലേ, ഇത് പെണ്ണുങ്ങൾ ഓടിക്കണ വണ്ടിയാണല്ലേ. പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് പലതരം ഉടായ്പകൾ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണേ. എന്നിട്ട് പറയും നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ്. ആ സമയത്ത് നികേഷും സുഭാഷും ഒക്കെ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ സുഭാഷിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എടാ വണ്ടി വാങ്ങിയല്ലേ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. നികേഷ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ കയറി കുത്തിയിരിക്കുകയാണ്. സുധീഷ് ഏട്ടാ എന്തായാലും ഇത് കലക്കിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ഹരീഷ് പറയും, ഒരു വണ്ടി ഉണ്ട് നോക്കണമെന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ, പിന്നെ എന്നെ നിലത്ത് നിർത്തിയിട്ടില്ല എന്ന്. അന്നേരം നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, നിധിയെ ഈ വണ്ടി ഓടിച്ച് പോകണം എന്ന് എനിക്കൊരാഗ്രഹം, അതുകൊണ്ടാണ് പെട്ടെന്ന് വാങ്ങിച്ച പൈസ ഒന്നും നോക്കിയില്ല എന്ന് പറയുന്നു. ക്യാഷ് മുഴുവനൊന്നും കൊടുത്തിട്ടില്ല സുഭാഷ് ഏട്ടാ, വണ്ടി എടുത്തു പോന്നു എന്ന് പറയുമ്പോൾ സുഭാഷ് ചോദിക്കും, എത്രയായി പൈസ എന്ന്. അപ്പോൾ 25,000 രൂപ, ബാക്കി ഇനിയും കൊടുക്കണം എന്ന് പറയുന്നു. നീ ഇങ്ങനെ എപ്പോഴും പറയാത്തടാ, നമുക്ക് കൊടുക്കാടാ മോനെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹരീഷ് പറയുന്നുണ്ട്, അത് കൊടുക്കണം മോനെ എന്ന്. അന്നേരം സുഭാഷ് പറയുന്നുണ്ട്, നമ്മുടെ നിധിക്ക് വേണ്ടിയിട്ടല്ലേ നമുക്ക് കൊടുക്കാമെന്ന്. ഇപ്പം നിനക്ക് ഉറപ്പായില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, അങ്ങനെ ഇപ്പോൾ സുഭാഷ് ഏട്ടനെ കൊണ്ട് കൊടുപ്പിക്കേണ്ട, ഇയാൾ തന്നെ അങ്ങ് കൊടുത്താൽ മതി എന്ന് പറയുന്നു. അങ്ങനെ സുധീഷ് നികേഷിനോട് ചോദിക്കും, എടാ നിധി ഇല്ലടാ അകത്തുനിന്ന്. ആ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിധിയെ കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് സുധീഷ് പോവും. അങ്ങനെ നിധി റൂമിലായിരിക്കും. നിധി ഒന്ന് വന്നേ പുറത്തേക്ക് എന്ന് പറയുമ്പോൾ കഥക് തുറന്ന് വരുന്നുണ്ടേ. അതെ ഒന്ന് പുറത്തേക്ക് വരുമോ, കണ്ണടയ്ക്കണം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശം എന്ന് ചോദിക്കും. അതെ ഒരു സർപ്രൈസ് തരാനാ. സർപ്രൈസോ എന്താന്ന് ചോദിക്കുമ്പോൾ, അത് പറഞ്ഞാൽ സർപ്രൈസ് പോവില്ലേ, ഒന്ന് കണ്ണടയ്ക്കെന്ന് പറയുമ്പോൾ, ഇത് ഉടായിപ്പാ ഞാൻ കണ്ണ് പൊത്താന്ന് പറയുമ്പോൾ, അയ്യോ വേണ്ട വേണ്ട ഞാൻ കണ്ണ് തുറക്കില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ കൈ പിടിച്ചോ അല്ലെങ്കിൽ തടഞ്ഞു വീഴും എന്ന് പറയുമ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട്, വേണ്ട ഞാൻ മാനേജ് ചെയ്തോളാന്ന്. അങ്ങനെ നിധിയെയും കൊണ്ട് സുധീഷിനെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്ത് കൊണ്ടുപോകാണ് കേട്ടോ. പടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ സുധീഷിൻ്റെ കൈ അങ്ങ് പിടിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് കണ്ണു തുറന്നാൽ മതി എന്ന് പറയുമ്പോൾ അത് ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ നിധി അവിടെ നിൽക്കുവാണ്. അപ്പോഴാണെങ്കിൽ നികേഷ് ആ വണ്ടി ഇങ്ങനെ എന്തുകൊണ്ടോ മൂടിയിരിക്കണേ. അത് കാണുമ്പോൾ സുധീഷിന് ദേഷ്യം പിടിക്കും. ഓ എന്തോന്നാടാ ചെയ്ത് വെച്ചിരിക്കുന്നത്, കണ്ണോർക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നിധിയുടെ അടുത്തുനിന്ന് നികേഷിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ പറയും, അത് ഷോറൂമിലൊക്കെ കാണും പോലെ നമുക്ക് റിവീൽ ചെയ്യാന്ന് പറയും. ഈ കീറ തുണി കൊണ്ടോ? അതെ ഞാൻ കണ്ണോർക്കാൻ വേണ്ടിയിട്ട് പോവാന്ന് നിധി പറയുമ്പോൾ സുധീഷ് ആ തുണിയെല്ലാം കൂടി വലിച്ച് കീറുകയാണ് കേട്ടോ. ബാക്കി ആ മുന്നിൽ തന്നെ നിൽക്കുന്ന തുണി നമ്മുടെ സുഭാഷ് എടുത്ത് മാറ്റുകയാണ്. അങ്ങനെ നിധി കണ്ണ് തുറക്കുമ്പോൾ തന്നെ വണ്ടിയാണ് കാണുന്നത്. ഹായ് ഇത് കൊള്ളാലോ, ആർക്കാടാ? നികേഷ് നിനക്കാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കല്ല എന്ന് പറയും. സുഭാഷ് ചേട്ടനാണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ മോളെ എനിക്കെന്തിനാ വണ്ടിയും ചോദിക്കും. പിന്നെ ഇത് ആർക്കാന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയും ഇത് ഇയാൾക്ക് എന്നാന്ന് പറയുമ്പോൾ ആണോ ശരിക്കും എന്ന് ചോദിക്കാട്ടോ നിധി. അന്നേരം സുഭാഷ് പറയുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ട് സുധീഷ് വാങ്ങിയതാ ഈ വണ്ടി, ഒന്ന് ഓടിച്ച് നോക്കിയെന്ന്. കീ കൊടുക്കടാന്ന് പറയുമ്പോൾ സുധീഷ് പോയിട്ട് കീ അങ്ങ് കൊടുക്കൂട്ടോ. നിധി ഒരു റൗണ്ട് ഓടിച്ചിട്ട് എന്ന് പറയുമ്പോൾ നിധി ആ ചിരിയോട് തന്നെ അതിന് എനിക്ക് വണ്ടി ഓടിക്കാൻ ഇച്ചല്ല എന്ന് പറയും. അന്നേരം ഭാസ്കരൻ പറയാ ബെസ്റ്റ് എന്ന്. അന്നേരം നികേഷ് പറയും അത് സാരമില്ല സൈക്കിൾ ഓടിക്കാൻ അറിയാലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ പഠിച്ചോളും എന്ന് പറയുമ്പോഴും നിധി അതേ ചിരിയോടെ തന്നെയാണ് കേട്ടോ പറയുന്നത്. അതെ നികേഷ് എനിക്ക് സൈക്കിൾ ഓടിക്കാനും അറിയത്തില്ല എന്ന്. അന്നേരം നമ്മുടെ സുധീഷാണെങ്കിൽ ഭയങ്കര ചിരിയാണ് കേട്ടോ. അയ്യോ സൈക്കിൾ ഓടിക്കാനും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇല്ല എന്ന് പറഞ്ഞില്ലേ. അന്നേരം നമ്മുടെ സുധീഷിനാണെങ്കിൽ ചിരി നിർത്താൻ കഴിയില്ല കേട്ടോ. അയ്യോ എന്തൊക്കെയായിരുന്നു ഇൻഡിപെൻഡൻറ്റ് വുമൺ, സ്വന്തം കാലിൽ നിൽക്കണം, എന്നിട്ടിപ്പോൾ എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയും അതിനിപ്പോൾ എന്നാ, അവൾ പറഞ്ഞല്ലോ അവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല എന്ന്. അതല്ല സുഭാഷ് ഏട്ടാ എന്തൊക്കെ ഡയലോഗായിരുന്നു. സ്വന്തം കാലിൽ നിൽക്കണം, ഒരു സ്കൂട്ടി മേടിക്കണം, അതിനുശേഷം ഒരു കാർ മേടിക്കണം, അതിനുശേഷം ഒരു കോഫിയും കുടിച്ചിട്ട് കാർ ഓടിച്ച് പോകുന്ന ഒരു ഡയലോഗൊക്കെ അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു ലോറിയൊക്കെ സിമ്പിളായിട്ട് ഓടിക്കുന്നവളാണെന്ന്. ഇതിപ്പോൾ സൈക്കിൾ പോലും ഓടിക്കാൻ അറിയത്തില്ലല്ലോ എന്ന് പറയാം. അന്നേരം നിധിക്കാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു നിധി ഇത്രയും ഡയലോഗ് അടിക്കുന്ന നേരം അതിൻ്റെ ഇടയിൽ ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നില്ലേ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലെന്ന്. അത് ഞാൻ പഠിപ്പിച്ച് തരൂലായിരുന്നേ എന്ന് ചോദിക്കുക. സാരമില്ല ഇന്നു മുതലേ ഞാൻ പഠിപ്പിച്ചോളാം, എനിക്കങ്ങനെ ഒരു പ്രശ്നമില്ല, വാ വണ്ടിയിൽ കയറുമെന്ന് പറയാം കേട്ടോ നിധിയോട്. അന്നേരം നിധി പറയും
നികേഷേ നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേന്ന്. ഓ ഏട്ടത്തി എനിക്കറിയാലോ. അപ്പോഴേക്ക് സുധീഷ് അറിയുന്നുണ്ട് കേട്ടോ. ഡോ വേണ്ടാന്ന്. എന്താ നികേഷ് നിനക്ക് എന്നെ പഠിപ്പിച്ചൂടെ എന്ന് ചോദിക്കും. ഓ പിന്നെ എന്താ ഏട്ടത്തി എന്ന് ചോദിക്കാട്ടോ നികേഷ്. അതെന്താ ഞാൻ പഠിപ്പിച്ചാലെന്ന് ചോദിക്കാണ് നമ്മുടെ സുധീഷ്. അതിനെന്താ ഏട്ടത്തി ഞാൻ തന്നെ പഠിപ്പിച്ചോളാന്ന് പറഞ്ഞിട്ട് സുധീഷിന്റെ കയ്യിൽ നിന്ന് കീ വാങ്ങിയിട്ട് നികേഷ് നിധിയേയും കൊണ്ട് പോവുകയാണ് കേട്ടോ. അന്നേരം സുഭാഷ് ഹരീഷും കൂടി ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുധീഷ് പറയുന്നത് അയ്യോ അവർ പോയിന്ന്. അവർ പോട്ടെ പോയി പഠിക്കട്ടെ എന്ന് പറയട്ടോ ഹരീഷ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഭാസ്കരൻ ഭയങ്കര ചിരിയാണേ. അതെന്താ കുട്ടി ഞാൻ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ആരെങ്കിലും പഠിപ്പിച്ചാൽ പോരെ പഠിച്ചാൽ പോരെ എന്ന് ചോദിക്കട്ടോ ഹരീഷ്. അതുപോരെ എനിക്ക് തന്നെ പഠിപ്പിക്കണം എന്ന് പറയട്ടെ സുധീഷ്. എങ്കിലേ ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ പഠിപ്പിക്കുന്നതിനിടയിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു റൊമാൻസ് വർക്കൗട്ട് ചെയ്യായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ സുധീഷ്. അന്നേരം സുഭാഷ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് രാവിലെ ചായ പോലും കുടിക്കാതെ ഇവിടുന്ന് രണ്ടും കൂടി പോയതല്ലേ വന്ന് ചായ കുടിക്കുന്നത്. അന്നേരം ഹരീഷ് പറയും അയ്യോ എനിക്ക് നല്ല വിശപ്പാന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറി പോവാണേ. അങ്ങനെ നികേഷും ഹരീഷും ഒരു മൈതാനത്ത് പോയി നിൽക്കുകയാണ്. എന്നിട്ട് നികേഷ് ചോദിക്കും ഇവിടെ ഓക്കെ അല്ലേന്ന്. ഇവിടെ ഓക്കെയാണ്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ പഠിപ്പിക്കാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറയട്ടോ നികേഷ്. അന്നേരം നമ്മുടെ നിധി ചോദിക്കും നീ എന്താടാ നികേഷ് പറയുന്നത് എനിക്ക് സൈക്കിൾ പോലും ഓടിക്കാൻ ഇച്ചല്ലാന്ന്. ഇന്നത്തെ പെൺകുട്ടികൾക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് കഷ്ടം തന്നെ എന്ന് പറയും. ഏടത്തിയുടെ ചേട്ടൻ പഠിപ്പിച്ചു തന്നില്ലേ എന്ന് ചോദിക്കും. അച്ഛനോട് പറഞ്ഞാൽ നിനക്ക് പോവാൻ കാറും ഡ്രൈവറും ഒക്കെ ഇല്ലേ എന്തിനാ ഇതെല്ലാം പഠിച്ച് റോഡിൽ വീണ് കയ്യും കാലൊക്കെ മുറിക്കുന്നതെന്നാ ചോദിക്കാം. ഒക്കെ നമുക്ക് ശരിയാക്കാം ഇന്ന് തന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിധിയോട് ചോദിക്കും. അല്ല ഏട്ടൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ എന്താ വേണ്ടാന്ന് പറഞ്ഞേ. സുധീഷ് പഠിപ്പിക്കാൻ തന്നാലേ ഞാൻ 1 മാസം പിടിക്കും എന്ന് പറയട്ടെ നിധി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏട്ടനാ എന്നെ പഠിപ്പിച്ചേ നന്നായിട്ട് പറഞ്ഞു തരും എന്ന് പറയുന്നു. അതൊക്കെ ഓക്കെ എന്നെ കളിയാക്കി കൊല്ലും. ഇപ്പം തന്നെ കണ്ടില്ലേ എന്നെ ഇങ്ങനെ കളിയാക്കിയത്. അങ്ങനെ ഓരോ ചെറിയ തെറ്റിനും എന്നെ കളിയാക്കി കൊല്ലും. എന്നാൽ ഓക്കെ ചേച്ചി ഇതിൽ കയറിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് നികേഷ് അവിടെ നിന്ന് മാറിക്കൊടുക്കുകയാണ് കേട്ടോ. അയ്യോ കയറിയിരിക്കാനോ എനിക്ക് പേടിയാടാ. ആദ്യം നീ കയറിയിരുന്ന് വണ്ടി ഓടിക്കുക എങ്ങനെയാ ഓടിക്കുന്നതെന്നൊക്കെ ഞാൻ ഒന്ന് കണ്ടോട്ടെ എന്ന് പറയുമ്പോൾ ഇത്രയും നേരം ഞാനല്ലേ വണ്ടി ഓടിച്ചത് അന്നേരം കണ്ടില്ലേ വെറുതെ കയറിയിരുന്ന് പോകുന്നതല്ലേ ഉള്ളൂ പഠിക്കാൻ വേണ്ടി നോക്കിയില്ല എന്ന് പറയുമ്പോൾ ശരി എന്നാൽ കയറുക എന്ന് പറഞ്ഞിട്ട് നികേഷ് അവിടെ തന്നെ ഇരിക്കുകയാണ്. നിധി പിന്നിൽ ഇരിക്കുകയാണ് കേട്ടോ.